ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അതെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ വെൽക്കം ടു യു അടിച്ച് ഞാൻ തല പൊളി ഒന്നും കൂടെ. സോറി ഗൈസ്. ഹേ ഗൈസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തിനാണ് അണ്ടാവ് കണക്ക് വെള്ളം കൊണ്ടിരിക്കുന്നത്. കാര്യമുണ്ട് ഗൈസ്, ഇന്ന് നമ്മൾ വെറൈറ്റി, ഇന്നേ വരെ ആരും ചെയ്തിട്ടില്ലാത്തൊരു വെറൈറ്റി ചലഞ്ച് ആരും ചെയ്തിട്ടില്ല, ഇനി ആരും ചെയ്യേയില്ല. അതുപോലത്തെ ഒരു ചലഞ്ചുകളാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ക്വസ്റ്റ്യൻസ് ഒക്കെ ഞങ്ങൾ ഫോണിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനോട് ഉത്തരം പറയുന്നെങ്കിൽ ഇവിടെ നമ്മൾ ഇതിങ്ങനെ അങ്ങനെ മുക്കും, ഞാൻ മുക്കും. ഇതിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണുത്ത വെള്ളമാണ്. ഇന്ന് രാവിലെ എടുത്ത് ഫ്രീസറിൽ വെച്ച് നല്ല തണുപ്പിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. തണുത്താണ്. എനിക്ക് ജലദോഷം ഉണ്ട് ഗൈസ്, മിക്കവാറും നാളെ പനിയാവും. ഇതിൽ ഞാൻ മുന്നിലടാ. അപ്പൊ അപ്പൊ നമ്മള് എന്നൊക്കെ നമുക്ക് തുടങ്ങിയാലോ. പിന്നെ കാര്യം, എന്റെ ക്വസ്റ്റ്യൻസ് ഇവർക്കും അറിയില്ല, ഇവിടെ എനിക്കും അറിയില്ല. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. അതായത് ഇവളെ പറ്റി കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവള് ചോദിക്കും, അപ്പൊ ഞാനതിന് ഉത്തരം പറയണം. എന്നെ പറ്റി കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവള് ചോദിക്കും, അതിന് ഞാനും ഉത്തരം പറയണം. അതാണ് നമ്മുടെ ടാസ്ക്. അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം നീ ചോദിക്കും. എന്തിനാ വെറുതെ തല്ല്? അതുകൊണ്ട് ഞാൻ ചോദിക്കാം. ഓക്കെ, നമ്മള് കുക്ക് ചെയ്യുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്, നമ്മള് കുക്ക് ചെയ്യുന്നതിൽ മാറ്റി മുങ്ങാനുള്ളല്ലോ, മാറ്റി അങ്ങനെ. ഞാൻ വിചാരിച്ചു നീ ഇതിനകത്ത് മാറ്റി വെക്കണം. ഓക്കെ, ഞാൻ പറയാം. ബസ്മതി റൈസ്, മറ്റേ ബിരിയാണി, ചിക്കൻ കറി. അല്ല, കള്ളത്തരാണ്. മുങ്ങടി ഇത്ര ഭാവം മാത്രമല്ല, ഞാനും അങ്ങനെ മുങ്ങളുള്ള കാര്യം പറയാം. ഗൈസ്, ഞങ്ങൾ ഇതിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബൂസ് വെച്ചിട്ട് ഞങ്ങളൊരു കറി ഉണ്ടാക്കും. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതെ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇനി നീ അത് പോയി അതാണ് ഗൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഞങ്ങൾ ഉണ്ടാക്കുന്നതിന്. ആദ്യം ഒരാൾ മുക്കിയപ്പോ എന്തോ വല്ലാത്തൊരു ആശ്വാസം ഗൈസ്. എന്ത് ടെൻഷനാണ് ചോദിക്കുക. എന്റെ സോഡിയാക് സൈൻ എന്ത് പ്രായം ഇങ്ങോട്ടെ. ഇതൊക്കെ എന്ത് ലിയോ ആണ് ഗൈസ് എന്റെ. എന്നിട്ടാണ് എന്റെ സോഡിയാക് സൈൻ. ഒരുങ്ങിട്ട് ഇറങ്ങിയത് എന്തിനാണോ? പക്ഷെ ഇതിന്റെ രസമൊക്കെ എഴുതി നല്ല സുന്ദരി കുട്ടിയായിട്ട് തണുത്ത വെള്ളത്തിൽ മുങ്ങുന്നത് നമ്മുടെ സ്കിന്നിന് നല്ലതാന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ അറിയാം. അതുകൊണ്ടാണ് ചൂടുവെള്ളത്തിന് പകരം ഞങ്ങൾ തണുത്ത വെള്ളം ചൂസ് ചെയ്തത്. നാളെ നോക്കിയപ്പോൾ എടുത്തിട്ട് പാറും. ഇനി ഞാൻ ചോദിക്കണ്ടേ? ജലദോഷം വരുന്നു തോന്നുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടം എന്താണ്? ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അവൾ ഡാൻസ് കളിക്കും ഗൈസ്, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കറക്റ്റാണ്. കണ്ടിട്ടുള്ളതല്ല ഞാൻ എല്ലാ കാര്യങ്ങളും ഗൈസ്, ഞാൻ ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആണ്. ഞാൻ എല്ലാം ഇവിടെ അടുത്ത് പറയും. ഇനി വേണം പറയില്ല. ഞാൻ പറഞ്ഞത് എനിക്കറിയാവുന്ന ഞാൻ എന്തൊക്കെ ഗ്രഹിക്കുമായിരുന്നു ഇവിടെ ഇരുന്ന്. ഞാൻ ഇവിടെ ഇരുന്ന് മറ്റേ നിരത്താൻ ഇവളെ പറ്റി ഇങ്ങനെയൊക്കെ ചോദ്യം വരുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ച് ഗ്രഹിച്ചിട്ട് വന്നേനെ. ഓക്കെ, നമ്മൾ തമ്മില് ഉണ്ടായ ഏറ്റവും നല്ല മെമ്മറി എന്ന് പറയാൻ എന്തായിരിക്കും നീ പറയാ? അതായത് എനിക്ക് ഏറ്റവും നല്ല മെമ്മറി ആണത്. അതെന്താ? അത് നീ അറിയണം. കാര്യം എനിക്കത് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എങ്ങനെ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചിട്ട് നമ്മൾ ഒരുമിച്ചുള്ള എന്റെ ഏറ്റവും നല്ല മെമ്മറി ഒരു വട്ടം ഉണ്ടായിട്ടുള്ളൂ. അല്ല, ഒരു വട്ടല്ല. സിനിമ കാണാണോ ഒരുമിച്ച്? അല്ല, മുങ്ങ് നമ്മുടെ ഡൽഹിക്ക് പോയത്. ഇപ്പൊ എന്താ ഉണ്ടായേ? ഞാനൊരു കറക്റ്റ് ആൻസർ പറഞ്ഞു, നീ രണ്ട് തെറ്റിച്ച്. പിടിക്കാൻ തിരിച്ചു. പിന്നെ ക്വസ്റ്റ്യൻ അറിയാണെങ്കിൽ ഗ്രഹിക്കപ്പെടുന്നു. എന്റെ ഉത്തരവാദിത്തം ഉണ്ടല്ലോ. എന്റെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ
ഇവളെല്ലാ പ്രാവശ്യവും പല പല ഡെസ്റ്റിനേഷൻ പറയും. ഇത് ഞാനിങ്ങനെ പക്ഷെ ഗൈസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതെനിക്ക് എങ്ങനെ പോയാലും എനിക്ക് ഇവിടെ പോയേ പറ്റുള്ളൂ. മറ്റേതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ കൂടെ പോവാം, ഇവരുടെ കൂടെ പോവാം, നമുക്കിങ്ങനെ ഓരോരോ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ പോകണം, എനിക്ക് അവിടെ എങ്ങനെ വന്നാലും എനിക്ക് അവിടെ പോയിരിക്കണം എന്നുള്ള ഒരു ഡെസ്റ്റിനേഷൻ കഴിക്കും. കൗതുക ലേശം കൂടുതലാണ്. ഇവളങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഇവ പോണം എന്നങ്ങനെ പറഞ്ഞിട്ടില്ല. പറയ് യു ക്യാൻ ഗസ്. എന്ത് പറ എന്തെന്നാ ആലോചിക്കട്ടെ. എന്തിരിത്? നിനക്ക് അറിയില്ല മുങ്ങിക്കോ. എനിക്കറിയാത്ത പറഞ്ഞിട്ടുള്ളതാ പക്ഷെ ഇവക്ക് അതിനുള്ള ബുദ്ധിയില്ല. ബാലി. ബാലി. സിംഗപ്പൂർ. പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തുറങ്ങണോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് സിംഗപ്പൂര്. ഞാനൊക്കെ തന്നെ വെച്ച നീ അല്ലേ കഴിക്കണ്ടേ? ഇവിടെ എനിക്ക് ഇവിടെ മാറിപ്പോയി ചോദിച്ചോളൂ. എനിക്കൊരു മാർക്കുണ്ട്. എനിക്ക് ഇതുവരെ മാർക്ക് തരാം. മാർക്കൊക്കെ ഉണ്ട്. ഞാൻ ജയിക്കും. എന്നിട്ട് ഇത് ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് 2 പാത്രം തന്നോളൂ. പിന്നെ ജലദോഷം ഒഴിച്ചൊന്നും എനിക്ക് വേണ്ട. ഇടുന്നതല്ലേ സ്കിന്നിയൊക്കെ സ്റ്റേറ്റ്. ഇനി എന്താ ചോദിക്കുക? ഗൈസ് ഇവിടെ ഇപ്പൊ നല്ല വെതറാണ്. ഇവിടെ നല്ല ചൂടൊക്കെയാണ്. ഇന്നലെ വെന്ത് പൊള്ളി. എനിക്ക് ഉറങ്ങാൻ പോലും വെച്ചിട്ടില്ല. ഇന്നലെ ഭയങ്കര ചൂടാണ് ഗൈസ്. ഓക്കെ, എനിക്ക് പോകണം എന്ന് ആഗ്രഹമുള്ള ഡെസ്റ്റിനേഷൻ പറ. ബാലി. ശരിയാ. ചോദിക്കാൻ പോണോ? എന്റെ കംഫോർട്ട് വിയർ. കംഫോർട്ട് വിയറോ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ ഡ്രസ്സ് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര കംഫോർട്ടാ. അങ്ങനത്തെ ഡ്രസ്സ് അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ പറയണം. ഇവിടെ അങ്ങനെ ഇവിടെ ഇടുന്ന നാട്ടിലിടുന്ന അങ്ങനൊന്നുമില്ല. അത് പറയണം. വീട്ടിലിടുന്നതല്ല, പുറത്തു പോകുമ്പോ ഇടുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കംഫോർട്ട് വിയർ ചുരിദാർ അല്ല, പാൻസും ടീഷർട്ടും ലൂസ്. ഇവിടെ ഭയങ്കര കള്ളക്കളിയായിട്ട്. ഇവിടെ കണ്ണൊന്നും മുക്കണേ. കണ്ണ് തുറന്നു പിടിക്കുക. അല്ല എന്റെ ഇവിടെ ഒന്നും അറിയണില്ല. എന്റെ ഇവിടെ ഒന്നും അറിഞ്ഞിട്ടില്ല. അത് എന്റെ മുഖം വലുതാണ്, നിന്റെ പോലെ കുഞ്ഞിതല്ല. ചക്കമോന്തായിട്ട് വന്നിരിക്കേ. നിനക്ക് രണ്ടാവിടെ കിട്ടെ ഞാന് കുറച്ച് കലത്തിലെടുക്കുക. ഗൈസ് എനിക്ക് പാൻസ് ഒക്കെയാണ് ഇഷ്ടം. ഞാനൊരു പാന്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ലൂസുള്ള ടൈപ്പ് പാൻസ്. ഞാൻ H&M എടുത്തൊരു പാന്റാ. അത് തന്നെ ഞാൻ സ്ഥിരം ഇട്ടോണ്ട് നടക്കുള്ളൂ. അത് ഊരി വെക്കാറില്ല. എനിക്ക് പാൻസ് ആണ്. എനിക്ക് ജീൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലൊക്കെ മടക്കുമ്പോൾ എനിക്കൊരു സുഖമില്ല. അത് ഞാൻ മിക്കപ്പോഴും തന്നെ പാൻസ് ഇട്ടത്. അതൊക്കെ അറിയാം. ഞാൻ എല്ലായിടത്തും അത് തന്നെ ഇട്ടിട്ടുള്ളൂ. എനിക്ക് പറ്റുന്ന ടോപ്പിന്റെ കൂടെയൊക്കെ ഞാനത് പെയർ ചെയ്യും. അത് ഇവളുടെ മിസ്റ്റേക്ക് ആണ്. നമുക്ക് അറിയാം. എന്റെ ഫോൺ നമ്പർ പറ. നാട്ടിലെ ഫോൺ നമ്പർ പറ. എടി അതൊക്കെ അവരറിഞ്ഞാൽ അത് മോശം. അത് അവരോട് പറയണ്ടില്ല, എനിക്കറിയാലോ നീ പറഞ്ഞു. നിന്റെ ഫോൺ നമ്പർ പറഞ്ഞവർക്ക് അത് പറയാനില്ല. ഇനി ആരെങ്കിലും വിളിച്ചാൽ ഫാൻസ് അല്ലേ ആൻസർ പറയണം. പറ്റില്ല. ഓടിയാണ് വേണമെന്ന് കിട്ടി പറഞ്ഞുതരാം. എന്റെ ഫോൺ നമ്പർ എനിക്ക് പണ്ട് സ്ഥിരം വിളിച്ചിരുന്നവളാണ് അവള്. മര്യാദ സേവ് ചെയ്യും. ഞാനൊരു കുത്തും കോള് പോകും. ഞാൻ നമ്പർ നിന്റെ നമ്പർ ചോദിക്കും, ഞാൻ പറയും. എന്തെന്നാ പറയട്ടെ? അത് മ്യൂട്ട് ചെയ്താൽ ഞാനാടി. നീയാക്ക്. ഓക്കെ, നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോഴത്തേക്കും നീ ചെയ്യൂ അത്. പക്ഷെ എനിക്കത് ഇഷ്ടമില്ല. എനിക്ക് ദേഷ്യം, എനിക്ക് ഭ്രാന്ത് കയറി. ഞാൻ പാട്ട് പറഞ്ഞത് എന്റെ പൊന്നി ഗൈസ്, ഒരു റീൽ എടുത്ത് എനിക്ക് കാണാൻ പറ്റില്ല. കാര്യം അപ്പൊ ഞാനിപ്പോ എന്തെങ്കിലും ഒരു പാട്ട് പാടുകയാണെങ്കിൽ അപ്പൊ കൂടെ പാടും. എനിക്ക് ഇഷ്ടമില്ല. എന്താന്ന് വെച്ചാൽ നമുക്ക് ആ റീല് കാണുമ്പോ ഓക്കെ. പക്ഷെ ഇവളുടെ പാട്ടോടെ കേട്ട് നമ്മൾ എങ്ങനെ ആ റീല് കാണും? അവിടെ പാടി വെറുപ്പിക്കും. ഇവർക്ക് കലാപരമായ കഴിവുകൾ. ഇവള് ഓവർ ടാലന്റഡ് ആണ് ഗൈസ്. എനിക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ട്. അതിൽ അസൂയപ്പെട്ടിട്ട് ആയിരിക്കും ഒന്നും കിട്ടാൻ. ഒരു പാട്ട് പാടും പ്ലീസ്.
പ്ലീസ്. ഞാൻ പിന്നീട് ഒരു വ്ളോഗിൽ നിങ്ങളൊക്കെ കമന്റ് ചെയ്യും ഏഡന്റെ ഒരു പാട്ട് വേണം. നമ്മൾ ഇവളുടെ പാട്ടിന് മാത്രം വെച്ചിട്ട് ഒരു പുതിയ വ്ളോഗ് ചെയ്യാം. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ തമാശക്ക് അങ്ങനെ പാട്ടൊന്നും സീരിയസ് ആയിട്ട് നല്ല രീതിക്ക് അതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. അയ്യോ വല്ലാണ്ട് അൺസഹിക്കബിൾ ആണ്. ഒരു നാൾ നീ ചോദിക്കും ഏടെ ഒരു പാട്ട് പാടി താടി വല്ല ചെവിക്കെ കണ്ട് പ്രായമായിരിക്കും പോലെ ചോദിക്കുമായിരിക്കും. എന്റെ അനിയത്തിയുടെ ഫുൾ നെയിം ആനി റോസ്ബെൽ. ആനി റോസ്ബെൽ ഉറപ്പാ? ഉം. ആനി റോസ്ബെൽ TD. അയ്യേ ഞാൻ ഒരു ടീടെ കുറവുണ്ട് അതവളുടെ പേരാ. അവിടെ നാട്ടിലില്ല. അപ്പൊ നമ്മൾ ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇൻഷ്യലൊക്കെ ഇങ്ങനെ ഇതാക്കി പറയും. അപ്പൊ നാട്ടിൽ എനിക്ക് രീതി അറിയാം ഉണ്ടാവും എനിക്കറിയാം. പക്ഷെ ഞാൻ വിചാരിച്ചു പരാതി എനിക്ക് ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടാണ്. അതെ അതെ അതെ. അല്ലെങ്കിൽ ഇപ്പൊ അങ്ങോട്ട് തരാം. എനിക്ക് ഞാൻ എൻ്റെ പൈസ കൂടുതലും എനിക്ക് എൻ്റെ കുറച്ച് പൈസ ഇട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിനു വേണ്ടായിരിക്കും ഞാൻ എൻ്റെ പൈസ ഇപ്പോൾ കിട്ടിയാൽ ചെലവ് ചെയ്യാൻ സാധ്യത. ഇവിടെ എല്ലാം ഭയങ്കര ചെലവാണ് guys. എല്ലാം മേടിക്കും. ചെരുപ്പ് അത് ഇത് എല്ലാം. പ്രസംഗം ഒന്നും വേണ്ട പറ. ഇവിടെയാണോ നീ എല്ലാം ഏറ്റവും ഇഷ്ടമാണ്. ഇവള് കൂടുതൽ ചെലവാക്കണം സ്കിൻ കെയറിനാണ്. പൈസ ഇങ്ങനെ കുന്നോളയിൽ ചെലവാക്കും. പിന്നെ രണ്ടാമത്തെ ഒരു സാധനം ചെരുപ്പും ഷൂവും. ഇതാണ് അവള് ചെലവാക്കുന്ന മെയിൻ സാധനം. അല്ല പിന്നെ ബാഗ്. കുഞ്ഞിക്കട ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബാഗ് വാങ്ങിക്കണതൊക്കെ. എനിക്ക് കുറച്ച് പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമാണ്. പക്ഷെ അവളുടെ കയ്യിൽ ബാഗിനേക്കാളും കൂടുതൽ ചെരുപ്പും സ്കിൻ കെയറും. ചെരുപ്പ് എന്തെന്നാ ഞാൻ ഇവിടെ വന്നിട്ട് എന്താ 2 ഷൂ ഉണ്ട്. അത് നാട്ടിൽ എത്ര ഷൂ ഉണ്ട്? നാട്ടിൽ എത്ര ബാഗ് ഉണ്ട്? ബാഗ് 2-3. അപ്പൊ ഏതാ കൂടുതൽ? കൂടുതലല്ല ഗൈസ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ബാഗ് വാങ്ങാനുണ്ടെങ്കിൽ കുറച്ച് പൈസ അങ്ങനെ ചോദിക്കണം. ഏറ്റവും കൂടുതൽ ചെലവാക്കിയത് എന്തിനാന്ന് ചോദിക്കുമ്പോ ഞാൻ കറക്റ്റ് ചെലവാക്കുന്ന സാധ്യത ഉള്ളത് എന്തിനാണ് കള്ളക്കളി കേട്ടത്. കള്ളക്കളി തരാടി പട്ടി നിനക്ക് എന്ന് വെച്ചിട്ട് മൊയില്ലാത്ത പ്രശ്നമൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. കാര്യം പറയാം. ഓക്കെ. ഞാൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്യാറുള്ള ഡയലോഗ് ഞാനത് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഞാനത് റിപ്പീറ്റ് ചെയ്യും. എങ്ങനെ സാഹചര്യങ്ങളുണ്ടാവും അത് അറിയില്ല. അത് പറഞ്ഞാൽ നീ വേഗം പറയും. എനിക്ക് മനസ്സിലാവുന്ന വേഗം പറഞ്ഞോ. ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. ഞാൻ എന്തോന്ന് പറ അറിയില്ലല്ലോ. ഇല്ല എന്തെന്നാ ആലോചിക്കണ്ടോ അറിയത്തില്ല. നിനക്ക് അറിയാം. പക്ഷെ നീ അത് ഓർക്കാൻ പറ്റില്ല. എന്നിട്ടാണത് 1 മണിക്കൂർ സമയം തരാൻ പറ്റില്ല. ഒന്ന് പോയേടി. അതൊന്നല്ല മുങ്ങടി കൊല്ലപ്പനി ചെടി ജയിക്കണേ പറയാ. അതിടക്കിടക്ക് ഞാൻ പറയാറുണ്ട്. എല്ലാ ഷൂൾ ബ്ലോക്കിലും ഞാൻ പറയാറുണ്ട് കൊല്ലപ്പനി പറയണം. അങ്ങനെ പറയില്ല. അപ്പൊ നീ ഞാൻ കണ്ടുപിടിക്കില്ലേ? ഇവിടെ ശരിക്കും ആക്ച്വലി അത് ഒറ്റ പറയാനുള്ളൂ. ഞാനാണ് ഇവളെ കൊണ്ടത് പറയിക്കണം. ഞാനിടയ്ക്ക് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഞാൻ പറയാം അവളുടെ അടുത്ത് നീ എന്തോ സംഭവം നീ പറയാറുണ്ടല്ലോ. ഞാൻ പറയുമ്പോഴാണ് ഇവിടെ അത് പറയണത്. എന്നാ അങ്ങനെ ഇത് വെറുതെ ഇവിടെ എപ്പോഴും പറയാനുള്ള ഡയലോഗ് എന്ന് പറയുമ്പോ എന്താ ഒന്ന് പോയേടി എന്ന് പറയാറുണ്ടോ? അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ പറയാറ്. ഓക്കെ നീ സ്കിന്ന് നാളെ വെട്ടി തളർന്നു. എനിക്ക് വിഷമിച്ചിരിക്കുമ്പോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സങ്കടം ഉള്ളപ്പോ എനിക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനല്ല, എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് അത് കഴിച്ചാൽ എനിക്ക് കുഴപ്പമില്ല. ബാക്കി ഒന്നിനോട് ഒരു താല്പര്യമില്ലായ്മ ഉണ്ടാവും എനിക്ക്. സങ്കടപ്പെട്ടിരിക്കുമ്പോ പ്രത്യേകിച്ച് തിന്നണോ? അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നോർമൽ ആയിട്ട് എനിക്ക് ഭയങ്കര വിഷമം അല്ലെങ്കിൽ സങ്കടമായിട്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ കഴിക്കാൻ ഇതായിട്ടുള്ള ഒരു സങ്കടപ്പെട്ടിരിക്കുമ്പോ വരെ വായി നിറച്ച് കയറ്റണവളാണ് ഇവള്. അല്ല ഗൈസ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല. അവർക്ക് പൊതുവെ കഴിക്കാൻ ഇഷ്ടമായിരുന്നു ഇവളെ ഫുഡാ. മധുരം ഉള്ളതൊക്കെ അങ്ങനെ ഇഷ്ടമില്ല. ഫുഡ് സ്നാക്സ് പോലത്തെ അല്ല ഫുഡ്. സങ്കടപ്പെട്ടിരിക്കുമ്പോ എന്ത് ഫുഡ് കഴിക്കാന്? സമരം ചോറുക എല്ലാം പറയിട്ട് എപ്പ പറഞ്ഞു ഞാന് ഇത് കള്ളക്കളിയാണ്.
സങ്കടപ്പെട്ടിരിക്കുമ്പോ കഴിക്കണമെന്നല്ല, എനിക്ക് ശോകമായതുകൊണ്ട് ഞാൻ അതാടി കഴിച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശോകമായതുകൊണ്ട് അവളൊന്നും കഴിക്കാറില്ല. ശോകമാണ് പട്ടിണി കിടക്കുന്നത്. പിന്നെ എന്തിട്ടാ മുങ്ങനെ മോള്? എനിക്ക് കഞ്ഞിയോ ചോറോ മോരോ അതൊക്കെ എനിക്ക് കഴിക്കും. ഇനി സങ്കടം തന്നെ കഞ്ഞി ചോറല്ലേ തിന്ന് എന്നെ കൊല്ലില്ല. എനിക്ക് അത് കഴിക്കാനൊക്കെ ഗൈസ് കൂടുതൽ കംഫർട്ട്. എനിക്ക് അല്ല നീ എന്താ സങ്കടപ്പെട്ടിട്ട് കഞ്ഞി സങ്കടപ്പെട്ടിട്ടില്ലല്ലോ. സങ്കടപ്പെടാണ്ട് അത്ര പൊന്നു പോലെ കൊണ്ടുനടക്കണേ. നമ്മള് ജർമ്മനിലോട്ട് വരാനായിട്ടൊക്കെ ഇരിക്കുന്ന ടൈമിലൊക്കെയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. അപ്പോഴും ഞാൻ ഇവർക്ക് സങ്കടം വരുമ്പോൾ എല്ലാ ദിവസം എടുത്ത് പറയാം എനിക്ക് കഞ്ഞി മാത്രം മതി. അല്ല ചോറ് മോര് കഴിക്കും ഗൈസ്. ചോറ് മോര് അച്ചാറ്. ചോറുമണി അച്ചാണ് മുണിങ്ങാലെ പറ്റും. തോറ്റതിന്റെ വിഷമാണോ നിനക്ക്? അല്ല അവിടെ വീട്ടിൽ കഴിക്കണമെന്ന് എന്നോട് പറയാറില്ല. ഞാൻ പറഞ്ഞു എനിക്ക് വിഷമ, ഞാൻ അതുമാതിരി ഫുഡ് എന്ന് വെച്ചാൽ ഞാൻ ചോറ് മോര് തിന്നിട്ടാ വന്നത്. അടാ ചോറുമോര് കഞ്ഞിയും ചോറുമോര്. എടി ചോറ് മോരും ഓർ കഞ്ഞിയും മോരും. ചോറ് മോരും അതന്നെ. ചോദിക്കുവോ? അടുത്ത നീയാണ് ചോദിക്കുന്നത്. അല്ല നീ ചോദിക്കേ. അല്ല ഞാനല്ല നീ ചോദിക്കണ്ട. ശരിയാണോ? ചോദിച്ചു ഐ ആം റെഡി. ഇവിടെ ഭയങ്കര ലാഗാണ്. എന്റെ 1 eternity later. എടി ഒന്ന് ചോദിക്കടി. നീ എഴുതി വെച്ചിരിക്കണ ക്വസ്റ്റ്യൻ ആന്ന് പറഞ്ഞിട്ട് എന്തുവാ ഇത്? ഓക്കെ, എന്റെ ഷൂ സൈസ്. അതായത് ഗൈസ് ഇവിടെ ഷൂ സൈസ് 37 കറക്റ്റ് ഫിറ്റ്, 38 കുറച്ച് ലൂസ് ഫിറ്റ് അവൾ ഇടാൻ. ഗൈസ് ഞങ്ങള് ഇനി പൊട്ടിയാണ്. ഇവളുടെ ബർത്ത്ഡേക്ക് ഞങ്ങള് ഷൂ ഒരു വട്ടം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. നീ മറന്നുപോയി. ഷൂ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് 37 വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ സൈസ് 36 ഷൂവിന്റെ. അപ്പൊ 37 ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവള് പറയണ്ടായി അവള് 38 അതിന് മുമ്പത്തെ പ്രാവശ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നേ. പക്ഷെ 37 അവൾക്ക് പാകമാണ്. പക്ഷെ എന്നാ കുറച്ചുകൂടെ ലൂസ് കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ ഇഷ്ടം 38 ഇപ്പൊ 2 ഇപ്പൊ എത്രാമത്തെ പുസ്തകം? ഞാൻ ഓർഡറിലൊന്നും ചോദിക്കണം. ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്ന വീട് സെയിം ക്വസ്റ്റ്യൻ പറയട്ടോ. അതിലുണ്ടോ ക്വസ്റ്റ്യൻ? അമ്മേ ചാച്ചിപ്പിറ്റിടി എന്നിട്ടോട് പറയണ പോടി 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 അങ്ങനെ നീ പറയാറുണ്ട് ഇടയ്ക്ക്. ഞാൻ എന്തെങ്കിലും പറയുമ്പോ അവള് മുങ്ങിപ്പിച്ചു അതിപ്പോ ആരാ പറയാതെ എങ്ങനെ പറയുമ്പോ പോയടി അല്ലെങ്കിൽ ഒന്ന് പോടാ എന്നൊക്കെ നമ്മൾ പറയാല്ലേ. ആ സ്റ്റൈലാണ് പറയണം പോടി പോടി. അയ്യനി അല്ലേ പറയാം പണം പണം. എന്റെ പൊന്നോ എന്നാ ഞങ്ങൾ പറയല്. നീ ഒരു യൂട്യൂബില് മറ്റേ കൊച്ച എന്റെ പൊന്നു എന്താ എനിക്ക് പറഞ്ഞൂടാ? കൊച്ചു പറഞ്ഞു വിചാരിച്ച്. ഏത് കൊച്ചാ? ഏതൊരു കൊച്ച് എന്റെ പൊന്നോ എന്നാണ് കേസ് ക്ഷമിക്കപ്പെട്ടു. എന്റെ പൊന്നോ എന്റെ പൊന്നോ പല പല മോഡുലേഷൻസിൽ എന്റെ പൊന്നോ ഞാൻ പറയാറുണ്ട് കേസ്. ഞാൻ നീയല്ല എനിക്ക് ജലദോഷമാണ്. എനിക്കുണ്ടായിരുന്നു. വാട്ടർ കൊണ്ട് കളയ ഇല്ലാടി ഞാൻ എടുത്ത് വെക്കാം അവിടെ. ഇവിടെ ചോദിക്കതല്ലേ എനിക്ക് വേണ്ടത്. ചോദിക്കും. ഞാൻ ഫേമസ് ആകുകയാണെങ്കിൽ ഇല്ല പറ. ഞാൻ ഫേമസ് ആകുകയാണെങ്കിൽ ഏത് ഫീൽഡിലാവണമെന്നായിരിക്കും എനിക്ക് ആഗ്രഹം? സോഷ്യൽ മീഡിയ അല്ല. പിന്നെ അതെനിക്ക് ആഗ്രഹം ഇല്ലാന്നല്ല പറയാം. പക്ഷെ എന്റെ മെയിൻ ആഗ്രഹം എന്നാണ് ഞാൻ പറഞ്ഞത്. ഫേമസ് ആവുകയാണെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യണം, എനിക്ക് അങ്ങനത്തെ ഒരു രീതിയിലാക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മനസ്സിലായില്ല? അതായത് ഞാൻ ഫേമസ് ആകണം. അതായത് ഇപ്പൊ ഞാൻ ഫേമസ് ആകുകയാണെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ ആ ഒരു ഫീൽഡിലാണ് എനിക്ക് വേണ്ടത്. അതല്ലേ സോഷ്യൽ മീഡിയ. അത് വെച്ച് ഫേമസ് ആവാൻ പറ്റുള്ളൂ. അല്ല, അല്ലാണ്ട് പിന്നെന്താ പഠിക്കുന്ന ടൈപ്പ് സാധനങ്ങളാ? ഇങ്ങനെ എന്നെ പട്ടി പിടിക്കും. കൊല്ലപ്പരീക്ഷയ്ക്ക് നേരത്തെ പഠിക്കണ ചങ്കല്ലേ? കൊല്ലപ്പരീക്ഷയിൽ മാത്രം പഠിക്കാറുള്ളൂ. എന്നിട്ടാണ് സോഷ്യൽ മീഡിയ പറഞ്ഞ എനിക്ക് ദേഷ്യമുണ്ട്. എന്തെന്ന് അതൊന്നുമല്ല. വ്ളോഗിംഗ് ഒക്കെ യൂട്യൂബിൽ തന്നെയാണ്, സോഷ്യൽ മീഡിയ അല്ലേ? സോഷ്യൽ മീഡിയയിൽ അല്ലാണ്ട് നിനക്ക് ഫേമസ് ആവണോ? അതായത് ഇങ്ങനെ യൂട്യൂബ് ഇൻസ്റ്റ അല്ലാണ്ട് എനിക്ക് ഒരു ഇത് പറയുകയാണെങ്കിൽ നിനക്കും ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ ആലോചിക്കാം. എന്തെങ്കിലും പ്രൊഡക്റ്റിന്റെ
പ്രൊഡക്ഷൻ അങ്ങനത്തെ എന്തെങ്കിലും അതായത് മേക്കപ്പ് പ്രൊഡക്ട്സ് അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ഇന്നോവേറ്റ് ചെയ്തിട്ട് അങ്ങനത്തെ എന്തെങ്കിലും ഞങ്ങൾ കണ്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എനിക്കിതൊക്കെ പക്ഷെ ചീറ്റിംഗ് ആണ്. കൊറേ സമയം ആലോചിക്കാൻ കൊടുത്തത്. That is 2 മണിക്കൂർ എടുത്തിട്ട് നീ ഒരു ക്വസ്റ്റ്യൻ വായിക്കണം. ഇനി ക്വസ്റ്റ്യനാണോ? My favorite position. To sleep. എന്തടി? Dirty mind. എന്താ അറിയാത്ത പോലെ? ഇവക്ക് ചരിഞ്ഞടക്കാനാണ് കുറച്ചും കൂടി ഇഷ്ടം. പിന്നെ കമ്മന്ന് കിടക്കണതും ഇഷ്ടം. ഒരെണ്ണം ഇതെന്താ 10 എണ്ണം? എന്നാ പിന്നെ എല്ലാം പറ. ഒരു സൈഡ് ഈ സൈഡ് നേരെ കിടക്കില്ല. ലെഫ്റ്റ് റൈറ്റ് ഒന്നും പറയാനും പറ്റില്ല. സൈഡിലാണോ കമന്നാണോ കിടക്കുന്നത്? വേറെ എന്തെങ്കിലും ഈ സൈഡിൽ ഇരുന്ന് കിടക്കാറുണ്ട്. പക്ഷെ എനിക്ക് കമന്നിട്ട് കുറച്ചുകൂടി ഇഷ്ടം. നീ പല്ലി ചത്ത പോലെ കിടന്നു. ഇവളും ഇതെടുത്തിട്ടുണ്ടെന്നുണ്ട് 1 മണിക്കൂറായിട്ട് ക്വസ്റ്റ്യൻ വരുള്ളൂ. നമുക്ക് എന്തെങ്കിലും എന്റെ ഏറ്റവും വലിയ ഡ്രീം എന്താണ്? അതായത് ഞാനത് പറഞ്ഞിട്ടുണ്ട്. എനിക്കിത് എന്തായാലും എനിക്ക് ചെയ്യേണ്ട വലിയ ആഗ്രഹമാണ്. എനിക്ക് അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് കൈൻഡ് ഓഫ് ഡ്രീം ആണ്? പറ എന്റെ പൊന്നോന്ന് പറ. ഇടയ്ക്കിടയ്ക്ക് എന്ത് കൈൻഡ് ഓഫ് ഡ്രീം ആണ്? ഞാൻ ആകാശത്ത് കൂടെ പറക്കണ ഡ്രീം. മര്യാദ പറ. എന്റെ ഡ്രീമാണത്. എനിക്ക് അത് ചെയ്യണം. അത് ട്രാവലിംഗ് റിലേറ്റഡ് അല്ല, പക്ഷെ എനിക്കത് വേണം. എനിക്കത് ചെയ്യണം. എന്റെ വലിയ ആഗ്രഹമാണ്. വീടോ? അല്ല. മുങ്ങിക്കോ. മുങ്ങടി പട്ടി. എന്തിട്ടാ? അതോ എനിക്ക് എന്റെ വീട്ടുകാരെയൊക്കെ ഇവിടെ കൊണ്ടുവരണം. ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ അടുത്ത ഞാനത് പറഞ്ഞു. ഇവിടെ അയ്യൂബിനെ മുക്കി പറയാൻ വന്നേ. കള്ളത്തറിവ് കറികൾ ജയിക്കില്ലത്. അതുകൊണ്ട് അതിന് മുന്നേ ഇപ്പൊ 3-2 ആണ് കേട്ടോ. അല്ല അപ്പൊ 3-3 അല്ലേ? അല്ല 3. നിനക്കൊരു മാർക്ക് കിട്ടിയില്ല ഇപ്പൊ. അപ്പൊ 3-2 കേട്ടാ. 3-2. ഞാൻ 3 ഇവിടെ 2. അത് തോന്നണം കേട്ടാ. ഉറപ്പില്ല. കണക്കറിയുന്നു. അത് കണക്കറിയാത്ത കുട്ടിയാ. എന്താ പറയാൻ ഞാൻ പലിപ്പരീക്ഷിക്കാൻ അടി വളരെ കഴിക്കണേ. ഇറങ്ങിപ്പോ. ഇപ്പൊ ഞാനിപ്പോ ഒരിടത്ത് ഞാനിപ്പോ ഒരു ഐലൻഡിലോ അല്ലെങ്കിൽ ഒരു ഡെസേർട്ടിലോ ഞാൻ ഈ സാധനം എടുക്കാണ്ട് പോയില്ല. എന്നിട്ടാ സൺസ്ക്രീൻ പോവാ. നീ അതെടുക്കാണ്ട് നീ പോകോ? അടിച്ച് ഞാൻ കൊന്നു കളയൂല്ലെന്ന് പറഞ്ഞു. അതെടുക്കാണ്ട് പോയത് ആരാണ് ഗൈസ്? ഫോൺ എടുക്കാണ്ട് പോണത്. എന്നിട്ട് സൺസ്ക്രീൻ ഇടില്ലേ വെയിലത്ത്? ഐലൻഡോ ഡെസേർട്ട് അങ്ങനത്തെ സ്ഥലത്ത് പെട്ടു. ഇവള് സൺസ്ക്രീൻ എടുക്കാണ്ട് ഒരിടത്തും പോവാറുണ്ട്. അമ്മയുടെ ഇവിടെ ഇത്ര കാഞ്ഞ വെയിലത്ത് ഞാൻ സൺസ്ക്രീൻ ഇടാണ്ട് പോവാറുണ്ട്. വാ ഇവിടെ വാ. നിനക്ക് വില ഉണ്ടെങ്കിൽ മുക്കടി. എന്റെ തല മുക്കല്ലേ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. നീ മുങ്ങാണ്ടിങ്ങനെ ബലം പിടിച്ചിട്ടാണ്. തല നിർത്തിക്കോ. ആരാണ് ഗൈസ്? ഇത് ഇത്ര പൊട്ടിയാണ് ഇവിടെ. ആരാണ് ഗൈസ് സന്തോഷമാക്കി? ആരാണ് ഫോണൊക്കെ എടുക്കാണ്ട് പോണത് ഒരു സ്ഥലത്തോട്ട്? ഞാൻ ഇത് വെക്കട്ടെ, അല്ലെങ്കിൽ എന്റെ തല ഉണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോ മുക്കി ഇവിടം വരെ നൽകാൻ തല വരെ ആക്കിയാ. പക്ഷെ ഇത് ഇട്ട് ഞാൻ പൂക്കി വയ്ക്കുന്നു. ചോദിച്ചോ. ആസ്കടി ആസ്ക്. ഡർട്ടി ഗേൾ. ഞാനൊക്കെ പെട്ടെന്ന് ഇവിടെ ചോദിക്കുന്നു. ഓക്കെ, എന്റെ ഫേവറേറ്റ് സീസൺ പറ. സമ്മർ. 4-2. സമയം എടുക്കണമെന്ന് പറഞ്ഞില്ലേ? അതൊരു റിപ്പീറ്റേഷൻ ക്വസ്റ്റ്യൻ ആണ്. വേണ്ട. അന്ന് നീ പറയില്ലേ ആദ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ വേറെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കും. ഇവിടെ ഉണ്ടാക്കാൻ അടിപൊളിയാ. ഞാൻ എപ്പോഴും ചെയ്യുന്നു പറയും, പക്ഷെ ഞാൻ ചെയ്യാറില്ല അങ്ങനത്തെ കാര്യം. കുളിക്കണത് എങ്ങനത്തെ ടൈപ്പ് കാര്യം? ഒരു ടൈപ്പ് ചോദിച്ചു എങ്ങനത്തെ ടൈപ്പാണ്, അതുപോലെ പറയാം. ഞാൻ ആൻസർ
അതാണ്. പക്ഷേ ഇതെന്തെന്ന് കണക്കിടിയാ? നീ ആദ്യം ഒരെണ്ണം പറഞ്ഞിട്ട് പിന്നെ അത് ഞാൻ ജസ്റ്റ് ഫണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് സത്യാവസ്ഥ ഫണ്ടായോ ഗൈസ്? ഇന്നാണ് വെച്ചിട്ടുള്ളത് കുടിക്കും ഗൈസ്. എന്ത് നീ ആൻസർക്ക് നീ പറയും. എനിക്ക് അതുകൊണ്ടൊന്നും ഇഷ്ടമില്ലാത്ത പറയണത് എന്നെ കൂടെ എല്ലാം പറയാൻ പറ്റണേ. എന്ന് ഞാൻ പറയും ഗൈസ്, അന്നൊന്ന് പഠിപ്പിക്കണം. അല്ലെങ്കിൽ എക്സാം ഇപ്പൊ തിങ്കളാഴ്ച ആണെങ്കിൽ ഞാൻ പറയും ഓക്കെ ഇന്ന് വെള്ളിയാഴ്ച ഇന്ന് തന്നെ എല്ലാം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഞായറാഴ്ച വൈകുന്നേരം എനിക്ക് പഠിക്കാനിരിക്കണത്. എന്റെ പൂച്ചട്ടും കുഴപ്പം. ഓക്കെ ഞാനൊരു പ്രേതായാല് ഞാൻ ആരെ എനിക്ക് ആദ്യം വേട്ടയാടാ? ആരെ ഞാൻ ആദ്യം പിടിക്കും? ആരും എന്നെയാണ് ഞാൻ ആരാദ്യം പിടിക്കും? എന്നെ നിന്നെ തന്നെ. അതങ്ങനെ തന്നെ വരുള്ളൂ, എനിക്കറിയാലോ. മുടിയൊക്കെ പോകും. ഇവിടെ ഇങ്ങനെ എനിക്ക് സഹിക്കാൻ പറ്റണല്ലോ പ്രയാതായിട്ട്. നീ സഹിക്കണ്ട, ഞാൻ കൊണ്ടുപോകും. ഞാൻ അവിടെ വരണ്ട നിന്റെ കൂടെ. ഞാൻ ഏറ്റവും ഈ ഫോണിൽ ഏറ്റവും കൂടുതൽ കുഴപ്പമില്ല പൂക്കിയായിട്ടുണ്ട്. ഏറ്റവും ഞാൻ ഈ ഫോണിൽ യൂസ് ചെയ്യുന്ന ആപ്പ് ഞാൻ മുങ്ങാൻ പോണം. അവള് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണത് ഇൻസ്റ്റാഗ്രാം അല്ല, പിന്നെ യൂട്യൂബ്. യൂട്യൂബ് ആണ്. എന്താ ബുദ്ധിമുട്ട്? ഇൻസ്റ്റഗ്രാം അല്ല ഗൈസ്, യൂട്യൂബ് ആണ്. ഞങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ ഞാൻ ഇവിടെ വരെ കൊണ്ടുവന്നിരുന്ന് കാണും. ഞാൻ റൂമിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിനേക്കാൾ കൂടുതൽ യൂട്യൂബിൽ ഷോർട്സ് കാണും, യൂട്യൂബിൽ ഫുൾ വീഡിയോ കാണും. ഞാൻ ഇവിടെ വന്ന് ഇവളുടെ കൂടെ ഇരുന്നാലും ഞാൻ യൂട്യൂബ് എപ്പോഴും കാണുക. അപ്പൊ എന്റെ കൂടെ നിന്ന് കാണുന്നതാ ഞാൻ ഇവിടെ പറയുന്നത്. വീട്ടിലേക്ക് പോരാ. എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനോ? എനിക്ക് എന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫിയറിൽ ഒരെണ്ണമാണ് സാധനം. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഹൈറ്റ് ഫിയർ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെയാണോ? അതൊക്കെ പോട്ടെ, എന്റെ ബിഗ്ഗസ്റ്റ് ഫിയർ ആണത്. എനിക്ക് ഭയങ്കര പേടിയാ എക്സാമിന് തോക്കുമ്പോഴാ. ഇന്നിപ്പോ ഇവിടെ തിരിച്ച് വീട്ടിലോട്ട് വിടുന്നുള്ള കയ്യിരിപ്പുണ്ട്. അതൊക്കെയാണോ? ഇവിടെയുമായിട്ട് റിലേറ്റഡ് ആണോ അതോ എവിടെയായിട്ട് റിലേറ്റഡാ? ഓ അപ്പൊ നാട്ടിലും കൂടെ കാണണം. എന്തെങ്കിലും പ്രാണികൾ, പട്ടി, പാറ്റ, എന്താണെങ്കിലും നീ അത് കറക്റ്റ് ആയിട്ട് പറയാം. അത് പട്ടി, പ്രാണി, പൂച്ച, പൊക്കം, താഴെ എന്നൊന്നും പറയാൻ പറ്റില്ല. ആനിമൽസ് എന്തായാലും എനിക്ക് പൂച്ചനെ ഭയങ്കര പേടിയാവും. അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്താണ് അട്ട, ഒച്ച് അങ്ങനൊന്നും പറ്റത്തില്ല. മൂന്നങ്ങോടെ എന്താ എനിക്ക് കോക്രോച്ചും 8 കാലി. പണ്ട് ഞാൻ ബാത്റൂമിൽ കയറുമ്പോ വലിയ 8 കാലിന് ഞാൻ കാണും. എനിക്ക് ഭയങ്കര പേടിയാ. പിന്നെ കോക്രോച്ചിനെയും കാണാറുണ്ട്. ഇവിടെ കുളിക്കാൻ പോകുമ്പോ ഞാൻ എന്താ കൂടെ പോവാ? ഇവിടെ അല്ല, എവിടെയായാലും ഞാൻ നാട്ടിൽ കൂടെ വരുവാ കുളിക്കുമ്പോഴത്തേക്ക് എനിക്ക് പേടിയാ. അത് നീ എപ്പോഴാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്? അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നാട്ടിലുള്ളപ്പോ പറഞ്ഞിട്ടുണ്ട്. ഗൈസ് ഞങ്ങള് പരിചയപ്പെട്ടിട്ട് ഇപ്പൊ 2-2.5 കൊല്ലായി. എന്ന് പറഞ്ഞ കാര്യം ഇവിടെ പറഞ്ഞത് ഞാൻ പറഞ്ഞു. ഇങ്ങനെ ആനിമൽസ്, പട്ടി, പാറ്റ, പൂച്ച എന്നൊക്കെ ഞാൻ പറഞ്ഞു. പാറ്റ, പൂച്ച എന്ന് ഞാൻ പറഞ്ഞു. ഈ വീഡിയോയിൽ ഞങ്ങൾ ഒന്നും കൂടെ എടുത്തു നോക്കാം. പാറ്റില്ലെങ്കിൽ ഇവിടെ ഞാൻ കൊല്ലും. പാറ്റില്ലെങ്കിൽ ഇവിടെ ഞാൻ കൊല്ലും. പാറ്റ, സൗണ്ട് കൂടുതലാണോ ഗൈസ്? കച്ചറ സുബിനി നീ നേരത്തെ കൊഞ്ചരടി ചോദിച്ചിട്ട് വേറെ മതിയുടെ നിർത്താം. എനിക്ക് മെയിനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട്. നിന്റെ ക്വസ്റ്റ്യൻസ് പൊട്ടയാ. ഓക്കെ കണ്ണുപിടിക്കാനുള്ളേ കണ്ണടിച്ചു പോയി ഗൈസ്. അത് ഏതായാലും ഈ യൂട്യൂബിൽ കുത്തിയിരുന്നിട്ട് ഞാനൊരു മില്യണയർ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ പൈസ ഇങ്ങനെ ഇട്ട് ഒരു സാധനം വാങ്ങിക്കണമെങ്കിൽ എന്തായിരിക്കും? ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് എനിക്കൊരു സാധനം വാങ്ങിക്കണം, എന്തായിരിക്കും? ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് വാങ്ങണം. അതായത് ഒരുപാട് പൈസ ഞാൻ കൊടുത്തിട്ട് ഞാൻ അങ്ങനെ എൻ്റെ എല്ലാ പൈസയും കുറച്ചൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ട് ഞാൻ ഒരു സാധനം വാങ്ങിക്കണം, എന്തായിരിക്കും? ചിലപ്പോൾ എന്നെ കൂടെ അഫോർഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും എനിക്ക് ഒരു കാലത്ത് എന്റെ ജീവിതത്തിൽ ചിലപ്പോൾ അത് അഫോർഡ് ചെയ്യാൻ പറ്റിയെന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റിയെന്നോ വരില്ല. പക്ഷെ എന്നാലും ഞാൻ മില്യണയർ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹത്താണ്. അങ്ങനൊന്നും നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ട് അല്ല അത് പറയാൻ പറ്റത്തില്ല. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സാധനം കാണാൻ പറയും എനിക്ക് വേണം, എനിക്ക് വേണം ഞാൻ എപ്പോഴും പറയാം. ഇവിടെ വെച്ചാൽ എന്നാ ഞാൻ മുഹൂർത്തം എഴുത്തരാം. 10-നും 10:30 ഇടയ്ക്കുള്ള മുഹൂർത്തത്തിൽ ഞാൻ ആ സാധനം കണ്ടപ്പോൾ പറഞ്ഞു എഴുതരുത്, ഇതാണ് ഞാൻ ഉദ്ദേശിച്ച സാധനം. ഞാൻ ആലോചിക്കട്ടെ, നീ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞത് ബ്യൂട്ടി പ്രോഡക്ട്സ് ആയിരിക്കില്ല.
അതിനെന്തിനാ മില്യണയർ ആവുന്നത്? ആ പിന്നെ ബാഗ് മേടിക്കില്ല. ഓ പിന്നെ നീ ഇതായിരിക്കില്ല അതായിരിക്കില്ല, നീ ഇപ്പൊ എക്സ്പെക്ട് ഞാൻ ചെയ്യുന്ന അറിയില്ല. ഞാനൊരു ക്ലൂ തരാം, നീ ഇപ്പൊ എക്സ്പെക്ട് ചെയ്യുന്ന ലെവലിലേക്ക് കുറച്ചുകൂടെ മുകളിലാണ്. എന്നുവെച്ചാൽ വീടൊന്നും പറ്റും പറഞ്ഞു കളയരുത്. കാറ്. കാർ, BMW കാർ. നമുക്ക് കാർ ഓടിക്കണം എന്ന് ഞാൻ പറയാറുണ്ട്, മേടിക്കണം എന്ന്. പക്ഷെ ലൈസൻസ് അവളെ കാണുമ്പോ ആ കാർ വേണം അങ്ങനെ ആ ഞാൻ പറയാം. പറയുന്നുണ്ട്. BMW കുറച്ച് എനിക്ക് പേരറിയില്ല, കുറച്ച് പൊങ്ങിയിരിക്കട്ടെ അങ്ങനത്തെ ഒരു car. എനിക്ക് ഇഷ്ടമാണ്, ഞാൻ പറയലുണ്ട് എപ്പോഴും. ബ്ലാക്ക് കളർ. നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് എനിക്ക് മേടിക്കാൻ പറ്റത്തില്ല ഗൈസ്, അപ്പൊ അത് ഇറങ്ങി വേണം. ആവശ്യം കേൾക്കാം. ഞാൻ കാർ മേടിച്ചിട്ടുണ്ട്. അഞ്ഞിഞ്ഞിഞ്ഞിഞ്ഞിഞ്ഞ. ചോദിക്ക്. എന്ത് എന്ത് ആ എന്ത് ഓക്കെ. എന്റെ ഏറ്റവും ഫേവറേറ്റ് ഫുഡ്. ഇവിടുത്തെ ഉണ്ടാക്കുന്ന ടൈപ്പാണോ അതോ വാങ്ങിക്കുന്ന ടൈപ്പാണോ? എന്റെ ഫേവറേറ്റ് ഫുഡ്. ഇത് ഉണ്ടാക്കുന്നതാണോ വാങ്ങിക്കുന്നതാണോ? അത് പറയില്ല. മന്തി. ഞാൻ ഉള്ളപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്കറിയാം. പക്ഷെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ഫ്രൈഡ് റൈസ്. സോ ഗൈസ്, ഞങ്ങൾ കുറച്ച് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് വെച്ച് ഞങ്ങളുടെ ഫോണിന്റെ സ്റ്റോറേജ് തീർന്നു പോയ അഭാവത്തിൽ ഞങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞങ്ങളുടെ വീഡിയോയിൽ ആക്ച്വലി ഞങ്ങൾ എടുത്തു, പക്ഷെ അതൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ എൻഡിങ് വരെ ഞങ്ങള് എല്ലാം പറഞ്ഞ് തീർത്ത് ഞങ്ങൾ വീഡിയോ ഔട്ട്രോ വരെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങൾ വീഡിയോ ഓഫ് ചെയ്യാൻ വേണ്ടി പോയപ്പോഴത്തേക്കാണ് ഞങ്ങൾ നെറ്റിന്റെ സത്യം മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്ക് കുറച്ച് വീഡിയോസ് കുറച്ച് പോർഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ഈ ക്വസ്റ്റ്യൻ ഇനിയിപ്പോൾ നമുക്ക് ഒന്നുകൂടെ ചോദിക്കാൻ പറ്റില്ലല്ലോ, കാര്യം അതിന്റെ ആൻസർ അവൾക്കും അറിയാം എനിക്കും അറിയാം ചോദിച്ചതിൻ്റെ ഒക്കെ. അതുകൊണ്ട് ഇനി ചോദിച്ചിട്ടുണ്ട് ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും വിചാരിച്ചു ഉള്ളത്ര ഇരിക്കട്ടെ, നമ്മൾ ഔട്ട്രോയും കൂടെ പറഞ്ഞ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് അറിയാം. ഞങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താണ്, ഞങ്ങൾ ആരാണ്, ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഞങ്ങൾ ആ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് കാണാത്തവരാണെങ്കിൽ അത് പോയി കാണുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്തോ. ആർക്കെങ്കിലും ഷെയർ ചെയ്ത് അതെ. അതെ ഓക്കെ. അപ്പോൾ ശരി ഗൈസ്, ബൈ ബൈ.